ശ്രീ പി എം നാരായണൻ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോവുകയാണ്. ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ആദ്യമായി ലോകവും രാജ്യവും ഉറ്റുനോക്കുന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ സമയത്ത് സാധാരണഗതിയിൽ സേന വിശദീകരിക്കുന്നത് പോലെ പോരാ എന്നുള്ളത് വ്യക്തവുമാണ്. കാരണം അദ്ദേഹം നേരത്തെ രാഷ്ട്രീയ പ്രതികരണം നടത്തിയപ്പോൾ പോലും വളരെ ശക്തമായ ഭാഷയും വാക്കുകളുമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടേത് കൃത്യമായ, നമ്മൾ ഈ ചർച്ചയുടെ തലക്കെട്ടിട്ടതുപോലെ രാജ്യത്തിന്റെ മറുപടി എന്ന നിലയ്ക്ക് തന്നെ നോക്കിക്കാണേണ്ട ഒന്നാണ്. തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം മറുപടി പറയുന്നതാണ്. അതുമാത്രവുമല്ല മധു, ഇത് ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയ്ക്ക് ഈ പ്രധാനമന്ത്രിയുടെ ഈ നീക്കം, ഇത്തരത്തിലുള്ളൊരു നിലപാട്, അതായത് പാകിസ്ഥാനിനുള്ളിൽ പോയി ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനാണ്. പ്രധാനമന്ത്രി മാത്രമല്ല, ഒരു രാഷ്ട്രീയക്കാരനാണ്, മറ്റു പലതുമാണ്. അപ്പം ഇത്തരം വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറായിക്കൊണ്ട് അദ്ദേഹം ആർമിക്ക് ഓപ്പറേഷണൽ ഫ്രീഡം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയൊരു ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അതുമാത്രവുമല്ല, ഇത് കൂടാതെ നമ്മൾ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഈ ഒരു തുള്ളി രക്തം പോലും ചൊരിയാതെ പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയെ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട്. പല അക്രമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അവർ ഉപയോഗിച്ചത് ഈ ഭീകരവാദികളെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികളെ ഉന്നം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ഈ നീക്കത്തിന് ലോകരാഷ്ട്രങ്ങളുടെ തന്നെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് പല സഹായങ്ങളും കിട്ടിയിട്ടുള്ളത്. വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും.